നമുക്ക് രാവിലെ നല്ല അടിപൊളി ഒരു ദോശ ഇട്ടങ്ങ് തുടങ്ങാല്ലേ. ഗൈസ്, ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടിൽ ദോശ ഇടുന്നത്. കാരണം ഇത്രയും നാൾ എൻ്റെ ദോശകളുണ്ടല്ലോ എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഇതിനകത്ത് ആകെ ചെയ്യുന്നത് മുട്ട പൊരിക്കുന്ന മാത്രമായിരുന്നു. ഇത്ര നാളും ദോശ ഇടുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും മുട്ട പൊരിച്ച് സംഭവം സെറ്റായിട്ടുണ്ട്. അരിമാവിൻ്റെ ദോശയല്ല കേട്ടോ, നമ്മുടെ സാധാ ഗോതമ്പ് ദോശയാണ്. ദോശ ഉണ്ടാക്കാതിരിക്കാൻ വേറൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. എനിക്കിവിടെ മിക്സി ഇല്ലായിരുന്നു ഇത്ര നാളും. കഴിഞ്ഞ മാസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മിക്സി വാങ്ങിച്ചു. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കിഴങ്ങറിയായിരുന്നു കേട്ടോ. ഇന്ന് ചേട്ടായിക്ക് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റായി, ഇറങ്ങാൻ ലേറ്റായി. ബസ് കിട്ടാൻ ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടായിരുന്നു. ബസ് കയറുന്നത് ഓർമ്മയുള്ളൂ, എന്റെ നടുവങ്ങ് മിന്നി. ആ ഇടർച്ച മാറ്റാനാണ് ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫുൾ സത്യം പറഞ്ഞാൽ ഒരുമാതിരി ചാണകം ചട്ടുപോലെ നടക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും, ചിലപ്പോൾ ഉറങ്ങി എണീറ്റാ സെറ്റ് ആകുമായിരിക്കും. ഇപ്പൊ ഞാൻ അങ്ങനെ ആശ്വസിച്ചായിരിക്കുന്നത്. ഇന്ന് ഫുൾ സത്യം പറഞ്ഞാൽ നടക്കാനും ഇരിക്കാനും കുനിയാനും നൂരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് മധുരാസക്തി വന്നു, ഐ മീൻ ഷുഗർ ക്രേവിങ്സ്. എന്നിട്ട് രണ്ട് മുട്ടായി വാങ്ങിച്ച വായിലിട്ടിട്ടും അതങ്ങ് പോയില്ല. എന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ആ ഗോതമ്പ് ദോശയില്ലേ, അതും ചമ്മന്തിയും കിഴങ്ങറിയും കൂട്ടി കഴിച്ചു. വയറ് നിറഞ്ഞു, വന്ന വികാരങ്ങളൊക്കെ താനേ തിരിഞ്ഞു പോയി. അതുതന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കഴിച്ച് വയറ് നിറച്ചാൽ പിന്നെ വേറെ എന്തിനോടും ക്രേവിങ്സ് വരത്തില്ലല്ലോ. അതാണ് എന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അപ്പോൾ ഗൈസ്, ദാറ്റ് വാസ് ഓൾ അബൌട്ട് ടുഡേ. കൂടുതലൊന്നും പറയാനില്ല. ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.